നമ്മുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ പുകബോംബ് എറിഞ്ഞൊരു സംഭവം ഈ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഉണ്ടായി. അത് അത്യാവശ്യം വാർത്തയൊക്കെ ആയിരുന്നു. പക്ഷേ സുപ്രീം കോടതി അതത്ര ഗൗരവത്തിൽ കാണുന്നില്ല. സുപ്രീം കോടതി ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ്, ഹരീഷ് വൈദ്യനാഥൻ ശങ്കർ ഈ ബെഞ്ചിൽ ആ കേസിലെ 6 പ്രതികളിൽ നീലം ആസാദ് എന്ന് പറഞ്ഞ പ്രതിയുടെ ജാമ്യാപേക്ഷ വന്നപ്പോൾ ഇത് UAPA ചുമത്തേണ്ടതില്ല എന്ന് പറഞ്ഞൊരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഉണ്ട്. അതിൻ്റെ കൂടെ സുപ്രീം കോടതി ചോദിക്കുകയാണ്, ഈ സ്മോക്ക് കനിസ്റ്റർ എന്ന് പറയുന്നത്, ഇങ്ങനെ നമുക്ക് ഊരിയെടുത്ത് പുകയൊക്കെ നിറവും ഒക്കെ വിടാവുന്ന സ്മോക്ക് കനിസ്റ്റർ എന്ന് പറയുന്നത്, പുക ബോംബ് നമുക്ക് പറയാം, അത് പല കടകളിലും മേടിക്കാൻ കിട്ടും. ഇത് പല ആളുകളും ചിലപ്പോൾ ഹോളിക്ക് ഉപയോഗിച്ചെന്ന് വരും. എൻ്റെ സുഹൃത്ത് ഈ ശങ്കർ, അതായത് ബെഞ്ചിലിരിക്കുന്ന ശങ്കർ തന്നെ ചോദിക്കുന്നു, ഇത് IPL ക്രിക്കറ്റ് മേളകളിലുമൊക്കെ ആളുകൾ ഉപയോഗിച്ചു എന്നൊക്കെ വരും, ഈ സ്മോക്ക് കനിസ്റ്റർ പുക ഉണ്ടാക്കാനുമൊക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെയൊക്കെ പോയി UAPA ചുമത്തുമോ? ഇതൊക്കെ ഭീകരതയാണെന്ന് പറയുന്നു എന്ന് ഈ സുപ്രീം കോടതി ബെഞ്ച് ചോദിക്കുന്നു. ഇത് വലിയ നിർഭാഗ്യകരമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോസിക്യൂഷൻ ഇതിൽ ചൂണ്ടിക്കാണിച്ചു 2001 ഭീകരമായ, ഇപ്പം നമ്മളൊരു ഭീകരത കഴിഞ്ഞ് നിൽക്കുകയാണ്, പാർലമെൻറ്റ് ആക്രമണം നടന്നതിൻ്റെ വാർഷികത്തിലായിരുന്നു പാർലമെൻറ്റിൻ്റെ അകത്ത് ഈ പുകപ്പടക്കം ഇവർ ഉപയോഗിച്ചിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്ദർശക ഗാലറിയിൽ നിന്ന് ഇവർ അകത്തേക്ക് ചാടുകയൊക്കെ ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. ശരിക്കും അതൊരു നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് പറയുന്ന പാർലമെൻറ്റിൻ്റെ അകത്ത് ഇങ്ങനൊരു ആക്രമണം നടന്ന സ്ഥലം, പാർലമെൻറ്റ് വാർഷികം, ഇത്തരം കാര്യങ്ങൾ കൂടി സുപ്രീം കോടതി കണക്കിലെടുക്കേണ്ടതല്ലേ? അതല്ലാതെ ഹോളിക്ക് സുപ്രീം കോടതിയുടെ ആഘോഷത്തിന്റെ അല്ല, പാർലമെന്റിൽ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കാം. ഇത് അതിന്റെ ഗാലറികളിൽ നിന്ന് ചാടി കയറി വന്ന് ഒരു ആളുകളെ പരിഭ്രമിച്ച് ഭയം ജനിപ്പിച്ചതിന് ശേഷമാണ് ഈ പുക പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ ആളുകൾ പേടിച്ചറിഞ്ഞ് ഓടി. അതൊക്കെ വലിയ സംഭവമായിരുന്നു അത്. അപ്പം അതിൻ്റെ ഇതിലാണ് ഇത് UAPA ചുമത്തേണ്ട കേസല്ല, ഇത് ഭീകരതയല്ല, ഇത് എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ കാണുന്നു എന്ന് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ വന്നാൽ ഓരോ ഹോളിലും നിങ്ങൾ പോയി UAPA ചുമത്തുമോ? നിങ്ങൾ ഓരോ IPL മാച്ചും UAPA ആക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ ആസാദ് എന്ന് പറഞ്ഞ ആളുടെ വക്കീല് ബൽരാജ് സിംഗ് മാലിക് പറഞ്ഞിട്ടുണ്ട്, ഇത് UAPA പ്രകാരമൊന്നുമുള്ളൊരു സ്ഫോടകമൊന്നുമല്ല, ഉത്സവഘട്ടങ്ങളിലൊക്കെ പലരും വിൽക്കുന്നതാണ് ഈ സ്മോക്ക് കനിസ്റ്റർ എന്ന് പറഞ്ഞ അയാൾ വാദിച്ചപ്പോഴാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത് 2001 പാർലമെൻറ്റ് കേസിൻ്റെ സ്മരണ ഉണർത്താൻ, അത് പഴയ പാർലമെൻറ്റ് മന്ദിരം, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2001 പാർലമെൻറ്റ് ആക്രമണം എന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ ഓർമ്മയുണർത്തി പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും ഈ 6 പ്രതികൾ ഈ ഗ്യാസ് വാതക ആക്രമണം നടത്തിയിരുന്നു. 2023 ഡിസംബർ 13 2023 0 അവറിലായിരുന്നു ആക്രമണം. ഈ ചോദ്യോത്തരവേള കഴിഞ്ഞിട്ട് ഉള്ള സമയമുണ്ടല്ലോ, ആ സമയത്തായിരുന്നു 0 അവറിലായിരുന്നു ആക്രമണം. അതായത് സഭ കുറച്ച് നേരത്തേക്ക് മാറി നിൽക്കുന്നത് പോലെയുള്ള അവസ്ഥയിലാണ് ഇത് ചെയ്തത്. ഇത് പാർലമെൻറ്റിൻ്റെ അകത്ത് ചെയ്ത 2 പ്രതികളും ലോക്സഭാ ചേംബറിലേക്ക് ചാടി പബ്ലിക് ഗാലറിയിൽ നിന്ന്, എന്നിട്ട് സ്മോക്ക് കനിസ്റ്റർ തുറന്നിട്ട് ചുവന്ന മഞ്ഞ വാതകം, യെല്ലോ ഗ്യാസ് ആണ് തുറന്നു വിട്ടത് പാർലമെൻറ്റിൻ്റെ അകത്തേക്ക്. പുറത്ത് അമോൾ ഷിൻഡെ, നീലം ആസാദ് എന്നിവരെ പ്രതികൾ കനിസ്റ്ററിൽ നിന്ന് നിറമുള്ള വാതകങ്ങളും തുറന്നു വിട്ടു. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ ഇവർക്ക് ആഘോഷമായിട്ടും കരുതാം, പഴയ പാർലമെന്റ് ആക്രമണത്തിന്റെ ആഘോഷമായിട്ടും കരുതാം. ദിവസത്തിന്റെ പ്രാധാന്യം വെച്ചിട്ട് ഭീകരരെ സംബന്ധിച്ചിട്ട് ആഘോഷമാണല്ലോ അത്. അവരൊരു വലിയ കാര്യം ചെയ്തു, പഹൽഗാമിന്റെ വാർഷികം അവർ അടുത്ത കൊല്ലം ഈ സമയത്ത് ആഘോഷിക്കുന്ന പോലെ നിറമുള്ള വാതകങ്ങളും സ്മോക്ക് കനിസ്റ്ററും ഒക്കെ അവർക്ക് ഉപയോഗിക്കാം. സുപ്രീം കോടതി പറഞ്ഞ ഈ കൊണ്ടാടൽ ആണെങ്കിൽ അങ്ങനെ വരാം. എന്നിട്ട് ഇവർ മുദ്രാവാക്യം വിളിച്ചിരുന്നു,
ഏകാധിപത്യം അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിനെതിരായ ശരിക്കും മുദ്രാവാക്യം ആഘോഷം തന്നെയായിരുന്നു. ആഘോഷം തന്നെയായിരുന്നു. ലഷ്കറെ ജയ്ഷെ ഭീകരന്മാരാണ് പാർലമെന്റ് ആക്രമണം പഴയത് 2001 നടത്തിയത്. LET അത് നിരാകരിച്ചിരുന്നു. അവർക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞിരുന്നു. ജയ്ഷെ അത് നിരാകരിച്ചില്ല, അവരുണ്ട് എന്നുള്ള മട്ടിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തിന് കാരണവുമായി 2001 പാർലമെന്റ് ആക്രമണം. അതിർത്തിയിൽ ആഭ്യന്തര മന്ത്രാലയം, പാർലമെന്റ് തുടങ്ങിയ ലേബലുകൾ പതിച്ചിട്ടുള്ള കാറിലാണ് ഭീകരന്മാരെന്ന് പാർലമെന്റിൽ വന്നത്. 5 ഭീകരന്മാർ അദ്വാനിയും, ആഭ്യന്തരമന്ത്രി അദ്വാനിയും സഹമന്ത്രി ഹരൺ പതക്കും അഡ്ജേൺ ചെയ്ത സമയമാണ് പാർലമെന്റ് മറ്റേ സമ്മേളനം പിരിഞ്ഞ സമയം. അവർ രണ്ടുപേരും പാർലമെന്റിൻ്റെ അകത്തുണ്ടായിരുന്നു. 100ഓളം MP-മാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് അന്ന് ആക്രമണം നടന്നത്. AK-47 ഗ്രനേഡ് ലോഞ്ചറുകൾ ഒക്കെ ഉണ്ടായിരുന്നു. ഗ്രനേഡുകൾക്ക് പുറമെ ലോഞ്ചറുകൾ ഉണ്ടായിരുന്നു, പിസ്റ്റളും ഒക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഉപരാഷ്ട്രപതി കൃഷ്ണൻ ഗാന്ധിൻ്റെ കാറിലേക്ക് ഇവർ ആക്രമണകാരികൾ ചെന്നിരുന്നു ആക്രമണത്തിന്. 2001 ഒക്ടോബറിൽ ശ്രീനഗർ നിയമസഭയിൽ ഇങ്ങനെ ആക്രമണം നടത്തിയിട്ട് 38 പേര് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇതിന് ശേഷം. അപ്പോൾ ഈ ആക്രമണകാരികളിൽ ഒരാൾ പാർലമെൻറ്റ്, അയാൾ ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 814 ഗാണ്ടഹാറിലേക്ക് റാഞ്ചിയുമായിരുന്നു ഒരു പ്രതി. ഇങ്ങനെയൊക്കെയുള്ള ഒരു പഴയ കേസിൻ്റെ ഓർമ്മയുണർത്താൻ നടത്തിയ ആക്രമണം, അതിനകത്ത് ഭീകരതയൊന്നുമില്ല. സുപ്രീം കോടതി പറഞ്ഞു ശരിയാണ്. സുപ്രീം കോടതിയാണല്ലോ എല്ലാത്തിൻ്റെയും ശരി തെറ്റുകൾ തീരുമാനിക്കുന്നവർ. അവർ കുറേ കാലമായിട്ട് ഈ മറ്റേ ഒരു പക്ഷിയുണ്ടല്ലോ, ഇങ്ങനെ തന്നെ ഇരുന്ന് കുലുങ്ങിയിട്ട് ഭൂമി മുഴുവൻ കുലുങ്ങുന്നതായി കക്ഷിക്ക് തോന്നുന്നു എന്നൊക്കെ പറയുന്ന ഒരു പക്ഷി, അതിൻ്റെ പേര് പറയാൻ കൊള്ളൂല്ല. അതെ അതെ, ആ പക്ഷി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ചില ഭരണ സംവിധാനങ്ങൾ, ചില ഈ ഭരണ സംവിധാനത്തിൻ്റെ 3-4 തൂണുകളുണ്ടല്ലോ, അതിലൊന്നൊക്കെ പെരുമാറാൻ തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഭീകരത എന്ന് പറയുന്ന ഭീകരതയുടെ, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമ്മുടെ ശ്രീമതി ടീച്ചറുടെയും ബാലൻ്റെയൊക്കെ കയ്യിൽ ഈ പീഡനത്തിൻ്റെ തോതളക്കുന്ന ഒരു യന്ത്രമുണ്ട്. സുപ്രീം കോടതിയുടെ പക്കൽ ഈ ഭീകരതയുടെ തോതളക്കുന്ന ഒരു യന്ത്രമുണ്ടോ എന്നറിയില്ല. അത് ഈ കോടതിയുടെ മുമ്പാകെ വരുന്ന വസ്തുതകളുടെ മെറിറ്റ് നോക്കിയാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ എന്ന് പറയുന്നത് ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി ഹോളി അല്ലെങ്കിൽ IPL മത്സരം, ഇത് രണ്ടും ആഘോഷമാണ്. പാർലമെൻറ്റിൻ്റെ ബിസിനസ് സെഷൻ നടക്കുന്നു, അപ്പോഴേക്ക് സന്ദർശക ഗാലറിയിൽ നിന്ന് ചാടി വീഴുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, എന്നിട്ട് ഇത് പൊട്ടിത്തെറിപ്പിക്കുന്നു. കളർ പുകയാണ് വരുന്നത്, അപകടകാരിയല്ല. പക്ഷേ അവിടെ ഉണ്ടാകുന്ന പാനിക്കാവുന്ന ഒരു സിറ്റുവേഷൻ, അതിലൊരാൾ ഹൃദയാഘാതം വന്ന് മരിച്ചു പോയാൽ എന്ത് ചെയ്യും? അത് ഭീകരാക്രമണമായിട്ട് കണ്ടിട്ടെ. സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ രാജ്യത്തെ ഏതെങ്കിലും ഒരു കോടതിയുടെ സിറ്റിംഗ് നടക്കുമ്പോൾ ഒരാൾ ചാടിക്കേറി ഇതുപോലെ വാതകം തുറന്നു വിട്ടാൽ അത് ആഘോഷമല്ലേ, ഹോളി പോലെയല്ലേ, IPL പോലെയാണോ എന്ന് കോടതി പറയുമോ എന്നൊരു ചോദ്യമുണ്ട്. ആഘോഷം നടക്കുന്നു, കേക്ക് കൊണ്ടുവരുമെന്ന് പറയുമോ? ഇതാണ് പ്രസക്തമായ കാര്യം. അത് കോടതികൾ എന്തുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ചില കോടതികൾ, ഈ കീഴ്ക്കോടതികൾ, അലഹബാദിലെയും ബോംബെയിലെയും കോടതികൾ സ്ത്രീ പീഡനം സംബന്ധിച്ച് പൈജാമയുടെ ചരടരിച്ചാൽ, മാറിൽ തൊട്ടാൽ, അലഹബാദ് ഇതൊന്നും പീഡനമല്ല എന്ന് പറയുന്ന തരത്തിലേക്ക് ചില ജഡ്ജിമാർ മാറുകയും അത് സുപ്രീം കോടതി അതിലിടപെട്ട് അവരെ ശാസിക്കുകയും അത് തിരുത്തുകയൊക്കെ ചെയ്തു. പക്ഷേ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരിങ്ങനെ പറഞ്ഞാൽ അവരെ തിരുത്താൻ ആര്? ദൈവം തമ്പുരാൻ. ഈ ആക്രമണം നടത്തിയ പാർലമെന്റിൽ 2 തവണയും ഇത് നടത്തിയ ആളുകൾ ഭീകര സംഘടനകളിൽ നിന്നുള്ളവരുടെ അല്ലേ? അവരുടെ പശ്ചാത്തലം അതല്ലേ? അവർ മുമ്പ് വലിയ ആക്രമണങ്ങൾ കുറേയും കൂടി അതിന്റെ വാർഷികം ഹോളിയും IPL-ഉം പോലെയാണെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ നമുക്കെന്ത് പറയാൻ പറ്റും? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.